സ്വാതന്ത്ര്യ സമര സേനാനി കെ.ഇ. മാമൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, ശാരീരികാവശതകളെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി ആശുപത്രിയിലായിരുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? ഗ്രീഷ്മ, കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം, അതോടൊപ്പം തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഇവ കാരണം അദ്ദേഹത്തെ ആശുപത്രിയിൽ 3 വർഷത്തിന് മുൻപ് പ്രവേശിപ്പിച്ചതാണ്. ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ 3 വർഷമായി ആശുപത്രിയിൽ തുടർന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ 2 ദിവസങ്ങളായി മോശമായ സാഹചര്യമായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് അല്പം മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രമുഖ ഗാന്ധിയനും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം ഈ മാസം തന്നെ 31-ാം തീയതി അദ്ദേഹത്തിന് 96 വയസ്സ് പൂർത്തിയായി 97ലേക്ക് കടക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഔദ്യോഗികമായി ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുള്ള കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു ഇതുവരെയും 3 വർഷം മുമ്പ് വരെയും താമസിച്ചിരുന്നത്. അദ്ദേഹം വിവാഹിതനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദര പുത്രനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. തുടർന്ന് അദ്ദേഹത്തെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ പ്രത്യേകിച്ചും പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയതും. കഴിഞ്ഞ 3 വർഷങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിഞ്ഞു വരികയുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം പോലും നടന്നത് ഇത്തരത്തിൽ ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ എല്ലാ പ്രമുഖരും നിരന്തരം കണ്ടുകൊണ്ടും ഇരുന്നു. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചതുപോലെ തന്നെ ഇത്തവണയും ഈ 31-നും അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഈ കുടുംബം പോലും. അപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് ഇത്തരത്തിലെ അദ്ദേഹത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിച്ചേർന്നതും. ഷീജ, ഇനിയുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പൊതുദർശനം അടക്കമുള്ളവ എപ്പോഴാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലൊന്നും തന്നെ ഇപ്പോഴേതായാലും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി രാവിലെ മുതൽ തന്നെ തുടരുകയായിരുന്നു. ഏതായാലും അല്പസമയം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മരണവിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അദ്ദേഹത്തിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായം തളർത്താത്ത ഒരു പോരാളിയായിരുന്നു കെ.ഇ. മാമൻ. ആശുപത്രി കിടക്കയിൽ പോലും സമകാലിക സംഭവങ്ങളിൽ കൃത്യമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്ങനെ ഓർക്കുന്നു കേരളം അദ്ദേഹത്തെ? തീർച്ചയായും അദ്ദേഹം വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തലസ്ഥാനത്ത് അദ്ദേഹത്തെ കൂടുതലായും അടുത്തറിയുന്നവർ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത് ഒരു ഒറ്റയാൾ പോരാളി എന്നുള്ളൊരു നിലയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഓരോ വിഷയത്തിലും, മദ്യത്തിന്റെ വിഷയമാകട്ടെ, ഹർത്താലിന്റെ വിഷയമാകട്ടെ, അത്തരത്തിൽ ഓരോ ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടിയ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തലസ്ഥാനവാസികൾക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുന്നതും ആ രീതിയിൽ തന്നെയാണ്. അത്തരത്തിൽ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാനെത്തുന്നവരോടെല്ലാം തന്നെ അദ്ദേഹം സമകാലീന വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുമായിരുന്നു. ഒട്ടും പ്രായം തളർത്താത്ത ഒരു പോരാളിയായിരുന്നു അദ്ദേഹം എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലൊരു നിലപാട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇത്തരത്തിൽ മോശമായി തുടരുമ്പോൾ പോലും ആശുപത്രിയിലെത്തുന്നവരോട് പങ്കുവച്ചിരുന്നത്. അത്തരത്തിൽ ഒരു പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത അത്തരത്തിലുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുക, അതോടൊപ്പം തന്നെ സമകാലീന വിഷയങ്ങളിൽ പ്രത്യേകിച്ചും എന്തൊക്കെ രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിലെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് ആശുപത്രിയിലെത്തുന്ന ഓരോരുത്തരോടും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തീർത്തും പ്രായം തളർത്താത്ത ഒരു പോരാളി തന്നെയാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഷീജ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഒക്കെ എപ്പോഴത്തേക്ക് ഉണ്ടാകും? പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാവും? ഇപ്പോഴേതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം നിലവിൽ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള കുന്നുകുഴിയിലെ വസതിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം വിവാഹിതനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹോദരപുത്രനൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഷീജ, ദയവായി തുടരുക. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പ്രായം തളർത്താത്ത ഒരു പോരാളിയാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു താങ്കൾ അദ്ദേഹത്തെ?
അല്ല, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു എന്റെ തലമുറയിലെ മുഴുവൻ ആളുകൾക്കും വളരെ ഗൗരവതരമായ ഓർമ്മകൾ അവശേഷിപ്പിച്ചു പോകുന്നയാളാണ് കെ ഇ മാമൻ. നോക്കൂ, അദ്ദേഹം അകാലത്തിൽ മരിച്ചു എന്ന് പറയാനാവില്ല. 97 വയസ്സ് മരിച്ചുകൂടാത്തൊരു പ്രായമാണ് എന്നാരും പറയുമെന്നും തോന്നുന്നില്ല. പക്ഷേ കെ ഇ മാമനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പം അദ്ദേഹത്തെ 97 വയസ്സിന്റെ പ്രായമോ വാർദ്ധക്യമോ ഒന്നും ബാധിച്ചതായി കാണാത്തത് കൊണ്ട് മരിക്കുന്ന ഒരാളായിട്ട് തോന്നാറേയില്ല. കാരണം അദ്ദേഹത്തെ വെറുതെ കാണുകയല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധ സ്വഭാവത്തിലാണ് എപ്പോഴും അദ്ദേഹത്തെ കാണുന്നത്. ഒരു ആത്മരോഷ പ്രകാശിതമായ ഒരു സജീവ സാന്നിധ്യമായിരുന്നു കെ ഇ മാമൻ എപ്പോഴും. അദ്ദേഹം നമുക്കറിയാവുന്നത് മാതിരി ഗാന്ധിജിയുടെ വംശമഹിമയിൽപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ പിൽക്കാലത്ത് സംഭവിച്ച കോൺഗ്രസിന്റെ അപജയങ്ങളിലെ ഒട്ടും ഷെയർ ചെയ്യാത്ത ഒരു നേതാവുമായിരുന്നു. അതുകൊണ്ട് ഗാന്ധി ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നേനെ, എങ്ങനെ പ്രവർത്തിക്കുമായിരുന്നേനെ എന്നൊക്കെ കാണണമെങ്കിൽ നാം കെ ഇ മാമന്റെ വാർദ്ധക്യമാകാത്ത 97 വയസ്സ് കാണണമായിരുന്നു. എന്നും അദ്ദേഹം അങ്ങനെ ആയിരുന്നുവല്ലോ. സ്വന്തം പാർട്ടി അന്യ പാർട്ടി എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല. ഏതു പാർട്ടി അധാർമികമായ കാര്യം ചെയ്തു, അധാർമികമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം ചെയ്താൽ അദ്ദേഹം അപ്പോൾ തന്നെ അതിനെ പ്രതിഷേധിച്ചുകൊണ്ടും അദ്ദേഹം ഒരു പൊതുസ്ഥലത്തെത്തുക സ്വാഭാവികമായിരുന്നു. അങ്ങനെ പ്രതിഷേധിക്കുന്ന കെ ഇ മാമനെ സംബന്ധിച്ച ചിത്രങ്ങളാണ് ഞങ്ങളുടെ തലമുറയ്ക്ക് അദ്ദേഹം ഇപ്പോൾ അവശേഷിപ്പിച്ചു പോകുന്നത്. വളരെ വിരളമാണ് അത്തരം ജീവിതങ്ങൾ അങ്ങേയറ്റം പുണ്യം ചെയ്ത ജീവിതങ്ങൾ എന്ന് പറയാറില്ലേ. പ്രായം ഒരിക്കലും അദ്ദേഹത്തിനുള്ളിലെ നിഷേധം പങ്കുവെക്കുന്നയാളെ ഒരിക്കലും അസ്തമിപ്പിച്ചിട്ടില്ല, തളർത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷമുള്ള എല്ലാ തലമുറകളുടെയും ആത്മരോഷത്തിന്റെ പ്രകാശനം സംഭവിക്കുന്നത് വഴി കെ ഇ മാമൻ ഒരു സുഹൃത്തായി മാറിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കാലത്തിന്റെ, യൗവനത്തിന്റെ, പ്രതിഷേധത്തിന്റെ, ആത്മരോഷത്തിന്റെ ഒക്കെ ഒരു യുവത്വമാണ് അസ്തമിക്കുന്നത്. അത് ഒരുപക്ഷെ അതൊക്കെ അനുഭവിക്കാൻ അദ്ദേഹത്തിന്റെ യൗവനവും ആ പ്ലെയിനിൽ അദ്ദേഹത്തിന്റെ ആത്മരോഷത്തിന്റെ യുവത്വവും ഒക്കെ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു തലമുറയാണ് ഞങ്ങളുടേത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് അതൊക്കെയാണ്. ദയവായി തുടരുക ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, സമകാലിക വിഷയങ്ങളിൽ പോലും ശാരീരികമായ അവശതകളായിരുന്ന അവസരങ്ങളിൽ പോലും സമകാലിക വിഷയങ്ങളിൽ വളരെ കൃത്യമായ പ്രതികരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എങ്ങനെ ഓർക്കുന്നു താങ്കൾ? മനസ്സിൽ എന്നും ആർജവം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ഇ മാമൻ. അദ്ദേഹം ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. അവിവാഹിതനായി ദീർഘകാലം കഴിഞ്ഞുകൂടി. വളരെയധികം കീഴടക്കിയപ്പോഴും പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായി നിന്നു. എനിക്ക് അദ്ദേഹത്തെ വിദ്യാർത്ഥി ജീവിതം മുതൽ അറിയാം. ഒരു 45 വർഷത്തെ ബന്ധമുണ്ട്. അദ്ദേഹം കോട്ടയത്തായിരുന്നപ്പോൾ അദ്ദേഹം YMCA ഒരു ചെറിയ കുടിസായ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി കോട്ടയത്തെത്തുമ്പോൾ പലപ്പോഴും തിരുനക്കര മൈതാനി വൈകുന്നേരം അവിടെ നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം നിൽക്കുന്നത് കാണാം. ചെറിയ ചെറിയ സമരവേദികളിലാണ് അദ്ദേഹം ആദ്യകാലങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് അനീതിക്കും അഴിമതിക്കും അക്രമത്തിനും എതിരായി നിത്യനിരാധാരണമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് അദ്ദേഹം പലപ്പോഴും പൊതുപ്രവർത്തനം തുറച്ചു നിന്നും. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോട്ടയത്ത് നിന്നും കർമ്മരംഗം തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഞാൻ 91 കോട്ടയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന TK രാമകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജീവമായി കെ മാമൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും അന്ന് എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ അദ്ദേഹം കുന്നൂർ എന്ന വീണ്ടെടുത്താണ് താമസമാക്കിയത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനോടൊപ്പമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നും രാവിലെ റോഡിലൂടെ നടന്ന് സെക്രട്ടറിയിലേക്ക് പോകും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇടപെടുന്ന ഒരു സ്വഭാവമാണ് കെ ഇ മാമൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം നിംസ് ഹോസ്പിറ്റലിലായിട്ട് 3-4 വർഷമായി. നിംസ് ഹോസ്പിറ്റലിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം മുമ്പും ഞാൻ നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം എപ്പോൾ ചെന്നാലും അപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശരിയായ ബോധമുണ്ടാവും. അദ്ദേഹം അതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കെ ഇ മാമൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു. കേരളത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ വർഗം തന്നെ ഇല്ലാതായിരിക്കുമ്പോൾ അവസാനത്തെ കണ്ണിയാണ് കെ ഇ മാമൻ. അദ്ദേഹത്തിന്റെ വിയോഗം എന്നെയും എല്ലാവരെയും ദുഃഖിപ്പിക്കും. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, താങ്കൾ അദ്ദേഹത്തിന്റെ അയൽവാസി കൂടിയാണ്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? തരത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ?
ലഭ്യമായിട്ടില്ല. അല്പം നേരം ഒരു മണിക്കൂർ മുമ്പ് നിംസ് ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ ഫൈസൽ ഖാൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മരണം ഉണ്ടാകും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അത് ഒരു അറിയിപ്പെന്ന് തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു എന്ന് വരെ എനിക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ മരുമകൻ അവിടെ കുന്നൂരിൽ ആണ് താമസം. അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അവരാണ് ഈ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരിയുടെ മകനും കുടുംബമാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിവായിട്ടില്ല. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അദ്ദേഹവുമായുള്ള താങ്കളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാമോ? അദ്ദേഹം പലപ്പോഴും ഹർത്താൽ തുടങ്ങിയ സമരമാർഗങ്ങൾക്കെതിരായിരുന്നു. സമരത്തിൽ അദ്ദേഹം തീർത്ഥമായ നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹം സമരമാർഗങ്ങൾ ഹർത്താലിനെതിരായിരുന്നു. ഒരിക്കൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഹർത്താൽ നടത്തിയപ്പോൾ അദ്ദേഹം ഹർത്താലിനെതിരെ സെക്കൻഡ് നിലയിൽ സമരം നടത്തി. അന്ന് ഗാന്ധിയുടെ പടവുമായിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും അദ്ദേഹത്തിന്റെ പണം എടുത്ത് മാറ്റി അതിനെ വലിച്ചെറിഞ്ഞു. അദ്ദേഹം കുപിതനായി മുന്നോട്ട് വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഗാന്ധിജിയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഗാന്ധിജി ഇല്ലാത്ത കോൺഗ്രസിൽ ഞാനില്ല എന്ന് കുപിതനായി പോകുന്ന ഒരു രംഗം എന്റെ ഓർമ്മയുണ്ട്. വളരെ നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചതിന്. സ്വാതന്ത്ര്യ സമര സേനാനി കെ മാമൻ അന്തരിച്ചിരിക്കുന്നു. 96 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഷീജയിലേക്ക് കൂടി പോവുകയാണ്. ഷീജ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റ് വിശദാംശങ്ങൾ കൂടി ഒരിക്കൽ കൂടി. ഗ്രീഷ്മ, ഈ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കടക്കുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുമ്പ് മാത്രമാണ് ഔദ്യോഗികമായി ഏതായാലും ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2013 അദ്ദേഹത്തെ പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അത്തരത്തിൽ ഉള്ള അവശതകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഈ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തീർത്തും നില വഷളായ ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്നാണ് ഏതായാലും അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. 1921 ജൂലൈ 31 KT ഈപ്പന്റെയും അതോടൊപ്പം തന്നെ കുഞ്ഞാണ്ടമ്മയുടെയും മകനായി KE മാമൻ ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോഴും അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ പോലും ചെന്ന് കാണുന്നവരോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള ഓർമ്മകളായിരിക്കും. അദ്ദേഹത്തെ തലസ്ഥാനവാസികൾക്ക് ഏറെ പരിചിതമായിരുന്നത് അദ്ദേഹത്തിന്റെ ഒറ്റയാൾ സമരങ്ങളിലൂടെയുമായിരുന്നു. ഏതായാലും ഇനി സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി KE മാമൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘനാളായി ശാരീരിക അവശതകളെക്കുറിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. സമകാലിക വിഷയങ്ങൾ പോലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് KE മാമൻ.